അങ്ങനെ വിടാമുയർച്ചി എന്ന് പറഞ്ഞ സിനിമ വന്നിരിക്കുകയാണ്. ഇതിൻ്റെ ഡയറക്ടർ മകിഴ് തിരുമന, സ്ക്രീൻ പ്ലേ മകിഴ് തിരുമന. ഈ സിനിമ ഒരു ഇംഗ്ലീഷ് സിനിമ ഇൻസ്പയർ ആയിട്ട് എടുത്തിട്ടുള്ളതാണ്. ആ സിനിമയുടെ പേര് ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത് 1997 റിലീസായിട്ടുള്ള ഒരു സിനിമയാണിത്. ഇതിലുള്ള പ്രധാന നായകൻ എന്ന് പറഞ്ഞാൽ അജിത്താണ്, നായിക തൃഷ, അതുകൊണ്ട് അർജുനുണ്ട്, രഗിനി, കസാന്ദ്ര എന്ന് പറയുന്ന ഒരു നടിയുണ്ട്. നെഗറ്റീവ് റോളാണ്. ഈ സിനിമ എന്ന് പറയുന്നത്, ഈ സിനിമയുടെ ലൊക്കേഷൻ എല്ലാം പൊളിയാണ്. അതായത് ഒരു വിജനമായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഈ സംഭവം നടക്കുന്നത്. ഈ സിനിമയിൽ വേറെ ഏതൊരു ലാംഗ്വേജിലുണ്ട് അവിടെ ആ സ്ഥലത്തുള്ള. പക്ഷേ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിലുള്ള സബ്സ്റ്റൈറ്റിൽ ഇംഗ്ലീഷ് അല്ല, അത് തമിഴാണ് എടുത്തുള്ളൂ. നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാവില്ല. പിന്നെ അത് മനസ്സിലാക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല, നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും സിനിമ എങ്ങനെയാണ് പോണതെന്ന്. പിന്നെ എൻ്റെ എഡിറ്റഡ് NB ശ്രീകാന്ത്, മ്യൂസിക് അനിരുദ്ധ്. ഈ സിനിമയുടെ ഇടയ്ക്കുള്ള ഒരു മ്യൂസിക്, മാസ് മ്യൂസിക് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഇത് നമ്മളെ ദേവര സിനിമയുള്ള ഒരു മ്യൂസിക് ടച്ച് എനിക്ക് തോന്നി. അതായത് അതിലുള്ള പാട്ടുപാടിയുള്ള മ്യൂസിക് അല്ല, ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മാത്രം. ആള് പറഞ്ഞ ആ ഒരു കാര്യമൊന്നുമില്ല. അതിലുള്ള പ്രൊഡക്ഷൻ കമ്പനി ലൈക്ക കമ്പനിയാണ്. ഈ സിനിമ എന്നുള്ളൊരു സിമ്പിൾ സിനിമയാണ്. ഒരു ദിവസം നടന്ന ഒരു കാര്യം ബേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം. അതായത് ഭർത്താവിനും ഭാര്യയ്ക്കും ഉണ്ടാവുന്ന ഒരു പ്രശ്നം തട്ടിക്കൊണ്ടുപോലെ തന്നെയാണ് സംഭവം. ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു എൻട്രിയാണ്. ഈ ഫസ്റ്റ് ഹാഫിൽ ഫൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. സിനിമ നല്ല സ്മൂത്തായിട്ടാണ് പോണത്. ഇതിലുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം ആ സമയത്തുള്ളതൊക്കെ ഭയങ്കര നൈസാണ്. നല്ല സിമ്പിളായിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ചിലർക്കൊക്കെ ബോറടിച്ചെന്ന് പറഞ്ഞാൽ അവർക്ക് സസ്പെൻസ് കിട്ടിയില്ലെന്ന് പറഞ്ഞ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫാണ്. സെക്കൻഡ് ഹാഫ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് ഹാഫ് ഇൻ്റർവെല്ല് ഭയങ്കര സിമ്പിളായിട്ടുള്ള അങ്ങനെ ട്വിസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ സെക്കൻഡ് ഹാഫ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഫൈറ്റൊക്കെ ഉണ്ട്, പക്ഷേ ഇതിലുള്ള ഫൈറ്റൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. കാരണം ഇതിലുള്ള നായകന് ഇടി കിട്ടുന്നുണ്ട്, കുത്ത് കിട്ടുന്നുണ്ട്, ചവിട്ട് കിട്ടുന്നുണ്ട്, എല്ലാം കിട്ടുന്നുണ്ട്. അങ്ങനെ ഒറ്റയ്ക്ക് അജിത്ത് പോയി ഇടിക്കുന്ന പോലത്തെ ആ ഒരു ടൈപ്പ് സിനിമയല്ല. നല്ല കൂളായിട്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. ഈ ഫൈറ്റൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. അങ്ങനത്തെ രീതിയിലുള്ള ഒരു ഫൈറ്റ് സീൻസൊക്കെയാണ് ഇതിൽ കൂടുതലുള്ളത്. ഇനി ഇതിലെടുത്ത് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്യുമ്പം ആ ഒരു 10-15 മിനിറ്റ് എന്ത് പുല്ലാണ് പറയണതെന്ന് നമുക്ക് മനസ്സിലാവില്ല. അങ്ങനെ ഭയങ്കര ഷോക്കാണ്. അതായത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഇതിലുള്ള ഒരു ഫൈറ്റ് സീനിൽ ഒരു ക്രിഞ്ച് സീനായിട്ടുള്ളത്, ഒരാൾ ഗണ്ണെടുത്ത് ഷൂട്ട് ചെയ്യുമ്പം അതുപോയി ഒരു സ്ഥലത്ത് ഇടിച്ച് ആ ബുള്ളറ്റ് തിരിച്ചു വന്ന് കറക്റ്റ് നെറ്റിയിൽ കൊണ്ട് മരിക്കും. അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അത് മാത്രം കുറച്ച് ക്രിഞ്ചായിട്ട് എനിക്ക് തോന്നി. ബാക്കി ക്ലൈമാക്സ് ഒക്കെ പ്രതീക്ഷിച്ച പോലെ തന്നെ നടന്നു. എനിക്ക് സെക്കൻഡ് ഹാഫ് അത്ര ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. ഫസ്റ്റ് ഹാഫ് ഒക്കെ കൊള്ളാം, നൈസാണ്. പിന്നെ ഈ സിനിമയെ പറ്റി പ്രത്യേകിച്ചൊന്നും എടുത്തു പറയാനില്ല. ആക്ടിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിൽ എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. തൃഷയാണെങ്കിലും പിന്നെ അജിത്തിൻ്റെ പഴയ ഒരു ഇത് കാണിക്കുന്നുണ്ട്. അതായത് പുള്ളി കല്യാണ സമയം, ആ ഒരു പുള്ളിക്ക് ഏജ് തോന്നിക്കുന്നുണ്ട് ആ ഒരു സമയത്തൊക്കെ. എന്നുവെച്ചാൽ മേക്കപ്പൊക്കെ ഇട്ടിട്ടും കുറച്ച് ഏജൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. വേറെ ഈ സിനിമയെ പറ്റി അങ്ങനെ ഒന്നും പറയാനില്ല. ഓവറോൾ പറയുകയാണെങ്കിൽ എനിക്ക് ഫസ്റ്റ് ഹാഫ് ഇഷ്ടപ്പെട്ട്, ഫസ്റ്റ് ഹാഫിൻ്റെ അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ സെക്കൻഡ് ഹാഫാണ് കുറച്ചുകൂടെ ഫൈറ്റ് കാര്യങ്ങളായാലും കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുന്നത്. പക്ഷേ എനിക്കെന്തോ ഫസ്റ്റ് ഹാഫാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പിന്നെ ഇതിൻ്റെ എഡിറ്റിങ്ങും ക്യാമറ വർക്കും മേക്കും എല്ലാം പൊളിയാണ്. ഇതിലുള്ള ചില ഷോട്ട്സും ചില സീനൊക്കെ പൊളിയായിട്ട് അവർ വരുന്നുണ്ട്. കാരണം ആ എഡിറ്റിങ്ങും മേക്കിങ്ങും ക്യാമറ വർക്കും ആ കാര്യത്തിലൊക്കെയാണ് എനിക്ക് ഫസ്റ്റ് ഹാഫ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് പോയി കാണാം. ഓക്കെ, ബൈ.